الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി ഇതുവരെ അവിടെ എത്തിയിട്ടുള്ളവരും ഇനി എത്താൻ ഉദ്ദേശിക്കുന്നവരുമായ എല്ലാ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തിരിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ പാപത്തിൽ നിന്നും കഴുകിക്കളഞ്ഞ നിലയിൽ നാടുകളിലേക്ക് വന്ന് പൂർണ്ണ തഖ്വയോടെ നല്ല മുസ്ലിങ്ങളായി ജീവിക്കാൻ അവരെയും നമ്മെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കഠിനമായ ചൂടാണ്. കഠിന ചൂട് എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത്, നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ഉറക്കത്തെയും എല്ലാം സാരമായ നിലയിൽ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു ചൂട്. ഇതിനൊരു ശമനം നൽകാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അല്ലാഹു സുഖകരമായ നിലയിലുള്ള മഴ വർഷിച്ച് നമുക്കും കൃഷികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം ഉപകാരപ്രദമായ നിലയിലുള്ള വെള്ളം നൽകി ചൂടിൻ്റെ കാഠിന്യം അല്ലാഹു തണുപ്പിക്കുകയും അതിനെല്ലാം നന്ദി അർപ്പിച്ച് അല്ലാഹുവിന് നന്ദിയുള്ള ദാസന്മാരായി മാറാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.
മഴ വർഷിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരമുള്ള മഴ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കൽ സുന്നത്താണ്. മഴ കഴിഞ്ഞാൽ മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയലും സുന്നത്താണ്. ഏതൊരനുഗ്രഹവും സഹോദരങ്ങളെ, അതിന് നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് തുടർന്നും ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും ഞാറ്റുവേലകൾ കൊണ്ടോ അല്ലെങ്കിൽ നക്ഷത്രം കാരണമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടലിൽ നിന്നുള്ള ചുഴിയുടെ കാരണം കൊണ്ടാണ് മഴ വർഷിച്ചത് എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിനോടുള്ള ധിക്കാരവും നിഷേധവും കുഫറുമാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ പറഞ്ഞു, അള്ളാഹു പറഞ്ഞതായി, ഇന്നലെ മഴ ലഭിച്ചപ്പോൾ കുറേ ആളുകൾ എന്നിൽ വിശ്വസിക്കുകയും കുറേ ആളുകൾ എന്നിൽ നിഷേധിക്കുകയും ചെയ്തു. മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതിഹി എന്ന് പറഞ്ഞവർ എന്നിൽ വിശ്വസിച്ചു. മുത്തിർന ബിനൗഇ കദാ വകദാ, ഇന്നാലിന്ന മേഘങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഞാറ്റുവേലകൾ കൊണ്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ടാണ് മഴ ലഭിച്ചതെന്ന് പറയുന്നവൻ എന്നിൽ അവൻ അവിശ്വസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിങ്ങളാകുന്ന നമുക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ, നമുക്ക് പല പ്രാവശ്യവും മഴ ലഭിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷവും ശക്തമായ മഴ ലഭിച്ചു. പക്ഷെ അവകൾക്കൊന്നും മഴ പെയ്യുമ്പോഴും മഴ വർഷിക്കുമ്പോഴും അത് കഴിയുമ്പോഴൊന്നും അതിന് നന്ദിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മിൽ ബഹുഭൂരിഭാഗത്തിൽ നിന്നും ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം വീണ്ടും ചിലപ്പോൾ ചൂട് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നാം നന്ദിയുള്ളവരാകണം. ലൈൻ ശകർത്തും ലഅസീദന്നകും, വർദ്ധിപ്പിച്ചു തരുന്നതിനുള്ള ഒരേ ഒരു വഴി ശുക്റാണ്. വലൈൻ കഫർത്തും, നിങ്ങൾ ധിക്കാരമാണ്, എനിക്കെതിരിലാണ് നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രവൃത്തിയെങ്കിൽ ഇന്ന അദാബി ലശദീദ്, ഗൗരവമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം തീർച്ചയായും തികച്ചും നമ്മുടെ എല്ലാ സന്ദർഭങ്ങളും നന്ദിയോടെ ജീവിക്കാനുള്ള പരിശ്രമവും അതിനുള്ള അറിവും നമുക്കുണ്ടാവണം. അള്ളാഹു നമുക്ക് നൽകട്ടെ, അതിന് തൗഫീഖും നൽകട്ടെ. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് ഹജ്ജ് കർമ്മം. പരിശുദ്ധ കലിമത്തു തൗഹീദും 5 നേരമുള്ള നിസ്കാരവും ധനത്തിൻ്റെ സക്കാത്തും റമദാനിലെ നോമ്പും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് ഹജ്ജാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന ഹദീസിൽ മനിസ്തതാഅ ഇലൈഹി സബീല അല്ലെങ്കിൽ ഇനിസ്തതഅത ഇലൈഹി സബീല, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനം സന്ദർശിച്ച് അവിടെ നിശ്ചയിക്കപ്പെട്ട അവിടെയുള്ള മശാഹിറുകളിലുള്ള ആരാധനാ കർമ്മങ്ങൾ ചെയ്യുക എന്നത് അതിന് കഴിവുള്ള എല്ലാവർക്കും, എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും അള്ളാഹു നിർബന്ധമാക്കിയ ഇബാദത്താണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക, മനുഷ്യർ തിരിഞ്ഞു നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നതിനൊരു കേന്ദ്രമായി ഈ ഭൂമിയുടെ മുകളിൽ ഏറ്റവും ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം ലല്ലദി, ഒരു ഭവനമാണ്, ബിബക്കത്ത മുബാറക, ബർക്കത്തുള്ള ബക്ക അല്ലെങ്കിൽ മക്ക എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആ പരിശുദ്ധ ഭവനമാണ്, ആ വീടാണ് ഈ ഭൂമിയുടെ മുകളിൽ ഏറ്റവും ആദ്യമായി ഒരു കേന്ദ്രം എന്ന നിലയിൽ അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കാനുള്ള, തിരിഞ്ഞു നിൽക്കാനുള്ള, അഭിമുഖീകരിക്കാനുള്ള സ്ഥലമായി അള്ളാഹു ആദ്യമായി നിശ്ചയിച്ചത് പരിശുദ്ധ കഅബയാണ്. വഹുദല്ലിൽ ആലമീൻ, ലോകർക്ക് ആ കഅബയിൽ ഹിദായത്തിൻ്റെ കിരണങ്ങളുണ്ട്. ലോകത്തിൻ്റെ ഏതു ഭാഗത്തും മസ്ജിദുകൾ പണിയുമ്പോഴും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള സത്യവിശ്വാസിനികൾ അവരുടെ പ്രാർത്ഥനാ വേളകളിലും
അവരുടെ എല്ലാ നല്ല കാര്യങ്ങളിലും, രാത്രിയിലുള്ള അവരുടെ ഉറക്കങ്ങളിലും, പകലിലുള്ള ഉറക്കത്തിലും, അതുപോലെ തന്നെ അവർ മരിച്ച് അവരെ ഖബറിൽ വയ്ക്കുമ്പോഴും എല്ലാം തിരിച്ച് കിടത്തേണ്ടത്, തിരിഞ്ഞ് കിടക്കേണ്ടത്, നിസ്കാരവേളയിലും പ്രാർത്ഥനാ വേളകളിലും എല്ലാം തിരിയേണ്ടത് പരിശുദ്ധ കഅബയിലേക്കാണ്. ഒരാളൊരു മസ്ജിദ് പണിതു, അയാൾ കഅബയല്ലാത്ത ഒരു ഭാഗത്തേക്ക് തിരിച്ചാണ് അതിൻ്റെ നിർമ്മാണം വച്ചതെങ്കിൽ അതിനെ സ്വീകരിക്കുകയില്ല. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം വഹുദൽ ലിൽ ആലമീൻ. ലോകർക്ക് ഹിദായത്തിൻ്റെ കിരണങ്ങളുണ്ട്, ഹിദായത്ത് അവിടെയാണ് എന്ന് അള്ളാഹു ആ ഭവനത്തെ പറ്റി പറഞ്ഞത് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മസ്ജിദുകളും ഇനി അങ്ങോട്ട് തിരിയണമെന്നും ഈ മസ്ജിദുകളെല്ലാം ഹിദായത്തിൻ്റെ കേന്ദ്രങ്ങളാകണമെന്നും, പ്രത്യേകിച്ച് ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അനുബന്ധ കാര്യങ്ങളിൽ നിന്നും മസ്ജിദുകളും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കണമെന്നുമാണ് ഹുദല്ലിൽ ആലമീൻ എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വുദിഅത്തിൽ കഅബത്തു ലിന്നാസി ലിത്തൗഹീദ്. പരിശുദ്ധ കഅബയെ അള്ളാഹു വച്ചിരിക്കുന്നത്, ഇബ്രാഹിം നബിയോട് അത് നിർമ്മിക്കാൻ കൽപ്പിച്ചത്, അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം തൗഹീദിന് വേണ്ടിയാണ്, അതിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. ആ കഅബ സന്ദർശിക്കുന്ന അവസരത്തിൽ അതിൻ്റെ മന്ത്രധ്വനികൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് എപ്പോഴാണോ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് അത് മുതൽ കഅബ സന്ദർശനം ആരംഭിക്കുന്നതുവരെയും ഈ മന്ത്രധ്വനി ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട്, വേറെ ആരുടെയും അല്ല, നിനക്കൊരു പങ്കുകാരുമില്ല, നീയാണ് എല്ലാത്തിൻ്റെയും അധിപൻ, മുഴുവൻ സ്തുതികീർത്തനങ്ങൾ നിനക്ക് മാത്രമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇഹ്റാമിൽ പ്രവേശിക്കുന്ന വ്യക്തി, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ. ഈ കഅബ മന്ദിരത്തെ പണിതുയർത്തുന്നതിന് വേണ്ടി കൽപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതും ഈ തൗഹീദിൻ്റെ സംസ്ഥാപനമാണ്. ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേതാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ആരാധനാകർമ്മങ്ങളും. വൈദ് ബൗവഅ്നാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബിഹി ശൈഅ. ഇബ്രാഹീമിന് അലൈഹിസ്സലാത്തു വസ്സലാമിന് പരിശുദ്ധ കഅബ എവിടെയാണ് നിർമ്മിക്കേണ്ടതെന്ന്, അദ്ദേഹം ഇറാഖ് സ്വദേശിയാണ്. അതിലെ ഊർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ വളർച്ചയും അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ തുടക്കവും അവിടെയായിരുന്നു. പിന്നീടാണ് പല ഹിജറകളിലായി ഫലസ്തീനിലേക്കും ഈ വിശുദ്ധ നാട്ടിലേക്കും അള്ളാഹു അദ്ദേഹത്തെ എത്തിച്ചത്. ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തോട് കഅബ എവിടെയാണ് നിർമ്മിക്കേണ്ടതെന്ന് അതിൻ്റെ കൃത്യമായ ഫൗണ്ടേഷൻ ഞാനാണ് ഇബ്രാഹീമിന് കാട്ടിക്കൊടുത്തതെന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു. അതിൻ്റെ ഉദ്ദേശം അല്ലാ തുശ്രിക് ബി ശൈഅ, എന്നിൽ ഒന്നിനെയും തുല്യത കൽപ്പിക്കരുത്. എനിക്ക് സമർപ്പിക്കേണ്ട, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ള എല്ലാം എനിക്ക് മാത്രമായി സമർപ്പിക്കണം എന്നതാണ് കഅബയെ പണിതുയർത്തൽ കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുവ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പ്രവാചകൻ അതിൻ്റെ പടവാളായിരുന്നു. സ്വന്തം നാട്ടുകാരോടും പിതാവിനോടും മാതാവിനോടും സ്വന്തം കൂട്ടുകാരോടും സഹവാസികളോടും അദ്ദേഹത്തിൻ്റെ സംസാരം ആകെ ഇതായിരുന്നു. രാത്രി ആളുകളെ വിളിച്ചുകൊണ്ടും പകലിൽ ആളുകളെ വിളിച്ചുകൊണ്ടും അദ്ദേഹം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം അവസാനമായി പറഞ്ഞത്, ഇവകൾക്കൊന്നും
ആരാധനകൾ സമർപ്പിക്കാൻ കഴിയില്ലെന്നും എല്ലാം മാഞ്ഞു പോകുന്നതാണെന്നും എന്നും ശേഷിക്കുന്നത് അവകളെയെല്ലാം സൃഷ്ടിച്ച, അവകളെയെല്ലാം സംവിധാനിച്ച ഒരേ ഒരു രക്ഷിതാവായ അള്ളാഹു മാത്രമാണെന്നായിരുന്നു അദ്ദേഹം എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ ഭവനം അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം സന്ദർശിക്കുക, അവിടെയുള്ള കർമ്മങ്ങൾ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കുക എന്നത്, അതിന് പ്രവാചകന്മാർ, ഈ പ്രവാചകനും ശേഷമുള്ളവരും നമ്മുടെ നബിയും അവസാനമായി ഏതെല്ലാം നിലയിലാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേ പ്രകാരം തന്നെ അവിടെ ചെന്ന കർമ്മങ്ങൾ നിർവഹിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെ മേലും, അതായത് ഇസ്തിത്താഴത്ത്, ആരോഗ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, വഴി സൗകര്യപ്രദമായ നിലയിൽ ആവൽ കൊണ്ട് കഴിയുന്നവർക്കെല്ലാം അവിടെ പോയി ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നത് അള്ളാഹു നിർബന്ധ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. ഈ ആയത്തിന് അവസാനമായി അള്ളാഹു പറഞ്ഞത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ എന്ന ആലു ഇമ്രാൻ 97-ാമത്തെ ആയത്ത്. ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഇസ്തിതാഅത്ത് സൗകര്യം ഒരാൾക്കുണ്ടായിട്ടും അയാൾ നിർവഹിക്കുന്നില്ലെങ്കിൽ എനിക്കവൻ്റെ ആവശ്യമേ ഇല്ല, ഞാൻ അവനുമായി ഒരു ബന്ധമേ ഇല്ല. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇതേപോലെ തന്നെ ഒരു ഹദീസ് കാണാം. മമ്മലക സാദം വറാഹില, എല്ലാ സൗകര്യവും ഒരാൾക്ക് ഒത്തിണങ്ങി, തുബല്ലിഗുഹു ഇലാ ബൈത്തില്ല, അള്ളാഹുവിൻ്റെ വീട്ടിൽ അവന് ചെല്ലാൻ എല്ലാം ഒത്തിണങ്ങി, വലം യഹുജ്ജ, അവൻ ഹജ്ജിനും ഉംറയ്ക്കും നിർവഹിക്കാൻ അവൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയ എന്ന വേറെ മതത്തിലാ മരിക്കാൻ പറ്റുള്ളൂ. ഇസ്ലാമിലെ ഒന്നാമത്തെ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് തന്നെ കാണാം. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതായി അസറിൻ്റെ താരീഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ലഖദ് ഹമംതു അൻ അബ്അസ റിജാലൻ ഇലാ ഹാദിഹിൽ അംസാർ, മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈ നാടുകളിലേക്ക് കുറേ മുബല്ലിഗുകളെ അഥവാ സന്ദേശങ്ങൾ എത്തിക്കുന്ന ആളുകളെ പറഞ്ഞയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഫൽയൻദുറു, എന്നിട്ട് അവർ ചെക്ക് ചെയ്യട്ടെ, പരിശോധിക്കട്ടെ, കുല്ലമൻ കാന ലഹു ജിദ അല്ലെങ്കിൽ സഅ, ഇസ്തിതാഅത്ത്, ആരോഗ്യമുള്ള, യാത്രയ്ക്ക് തടസ്സമില്ലാത്ത ആരെങ്കിലും ഇനി ഉണ്ടോ എന്നറിയാൻ, വലം യഹുജ്ജ, അവൻ ഹജ്ജ് നിർവഹിക്കാത്ത ആരെങ്കിലും മുസ്ലിം നാടുകളിൽ ഈ സൗകര്യം എല്ലാം ഉണ്ടായിട്ടും ഹജ്ജും ഉംറയും നിർവഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ, ചെക്കിങ് ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ പറഞ്ഞയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഫയദ്രിബു അലൈഹിമുൽ ജിസിയ, ഇതെല്ലാം ഉണ്ടായതിന് ശേഷവും ഇത് നിർവഹിക്കാൻ സന്നദ്ധരാകാത്ത ആളുകൾക്ക് കപ്പം നിശ്ചയിക്കാൻ ഞാൻ തീരുമാനിച്ചു. അദ്ദേഹം തുടർന്ന് പറഞ്ഞത് മാഹും ബി മുസ്ലിമീൻ, മാഹും ബി മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളെയല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുമ്പോൾ മുസ്ലിം നാമധാരിയാണ്, നിസ്കാരമുണ്ട്, സക്കാത്തും ഉണ്ട്, നോമ്പുമുണ്ട്. പക്ഷേ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവൻ സന്നദ്ധനാകുന്നില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, മുസ്ലിം നാട്ടിൽ അവൻ താമസിക്കണമെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ വർഷം തോറും നാം വില്ലേജിലും പഞ്ചായത്തിലുമൊക്കെ അടയ്ക്കുന്നത് പോലെയുള്ള ഒരു നിശ്ചിത തുക അവരിൽ നിന്നും വസൂലാക്കാൻ ഞാൻ ആളുകളെ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എങ്കിൽ, മുൻപ് പറഞ്ഞ അല്ലാഹു വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ എന്ന് അല്ലാഹു പറഞ്ഞു എങ്കിൽ, ഫലാ യമൂത യഹൂദിയൻ ഔ നസറാനിയ, അവൻ ക്രൈസ്തവനോ യഹൂദനോ ആയിട്ടല്ലാതെ മരിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ, സഹോദരങ്ങളെ, നമ്മിൽ നിന്നും ആർക്കെങ്കിലും ഈ നിലയിലുള്ള ഇസ്തിതാഅത്ത്, ആരോഗ്യം, സമ്പത്ത് വഴി എല്ലാം ഒത്തിണങ്ങിയതിന് ശേഷവും ഇനിയും പോകാതിരിക്കുന്നു എങ്കിൽ വളരെ ഗൗരവമായി
നാം ഒരു ആലോചന നടത്തിയേ പറ്റൂ, അടുത്ത വർഷത്തേക്ക് തയ്യാറായേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ നിസ്കാരവും നമ്മുടെ ഒന്നും അള്ളാഹു സ്വീകരിക്കുകയേ ഇല്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പോയി വന്നവരുടേതെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. പോകാനുള്ളവർക്ക് അള്ളാഹു അതിന് തൗഫീക്ക് കൊടുക്കട്ടെ. പോയവർക്ക് ഇനിയും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ഉന്നതമായ ഒരു ഇബാദത്തായി അള്ളാഹു അത് നിശ്ചയിച്ചത്. കാരണം അവിടെ നിന്നാണ് ശിർക്ക് ഒന്നാമതായി തുടച്ച് നീക്കിയത്. മക്കം ഫതഹിന്റെ വേളയിൽ അതിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന പുണ്യാത്മാക്കളുടേതും അല്ലാത്തതുമായ മുഴുവൻ അസ്നാമുകളുടെയും പ്രതിമകളുടെയും സ്തൂപങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനു വേണ്ടി നിർമ്മിച്ച ഭവനത്തിൽ പിന്നീട് കാട്ടുകള്ളന്മാർ, അതായത് ശിർക്കിൻ്റെ ആളുകൾ ശിർക്ക് അവിടെ കടത്തുകയും അതിലായി അവർ ആരാധന കർമ്മങ്ങൾ അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹ് നടത്തുകയും അവിടെ നിന്ന് പൂർണ്ണമായി എന്നേക്കുമായി ശിർക്കിൻ്റെ എല്ലാം വലിച്ച് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്ത് ഖുൽ ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ. സത്യം വന്നു, ഇനി അസത്യമില്ല, അതായത് ശിർക്കില്ല. അപ്പം ആ വീട് സന്ദർശിക്കുക എന്നത് നമ്മളെല്ലാം ജനിച്ച് വളർന്ന് ബോധവും ബുദ്ധിയും വിവരവും ഒക്കെ വച്ച അന്നു മുതൽ നാം തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന ആ ഭവനം ഒന്ന് കാണുക എന്നത്, അതിനെ മതിപരുവോളം ഒന്ന് ചുറ്റുക എന്നത്, അതിൻ്റെ പരിസരങ്ങളിലുള്ള മശാഇറുകളിലെല്ലാം നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോവുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആ വീടിനോടുള്ള മര്യാദകൾ അള്ളാൻ്റെ റസൂല് പറയുന്നു, ഇവിടെ നാട്ടിൽ നാം ജീവിക്കുമ്പോൾ പോലും നാം പാലിച്ചേ പറ്റൂ. നമ്മുടെ മലമൂത്ര വിസർജന സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും അങ്ങോട്ട് തിരിയരുതെന്ന് കർശനമായ നിർദ്ദേശം നമുക്ക് നൽകി. ആ വീടിൻ്റെ മഹത്വമാണ്. ആ വീടിൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ അതെന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടോ അതിൻ്റെ മഹത്വമാണ്, തൗഹീദിൻ്റെ മഹത്വമാണ്. ഏതെങ്കിലും ഒരാള് തുപ്പുന്ന അവസരത്തിൽ പോലും ആ വീടിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തഫല തിജാഹൽ ഖിബ്ല, പരിശുദ്ധ ആ വീടിൻ്റെ ഭാഗത്തേക്ക് ഏതെങ്കിലും ഒരാൾ തുപ്പിയാൽ ജാ യൗമൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാളിൽ വരുന്നത് തഫ്ലുഹു ബൈന ഐനൈഹി, അവൻ തുപ്പിക്കൂട്ടിയത് മുഴുവനും അവൻ്റെ രണ്ട് കണ്ണിനിടയിൽ ഉണ്ടായിരിക്കുമെന്ന ഗൗരവമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ്. ദജ്ജാലിന് പോലും കടക്കാൻ കഴിയാത്ത ലോകത്തെ രണ്ട് സ്ഥലങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. ഒന്ന് ഈ സ്ഥലമാണ്. അവിടെ ഒരു പുണ്യം നിർവഹിച്ചാൽ 1,00,000 പ്രതിഫലമാണുള്ളത്. അതേതിൻ്റെ മഹത്വം കൊണ്ടാണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അനുഗ്രഹീത വചനത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. അത് പറഞ്ഞാൽ നാം മരിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്, അതിലായിക്കൊണ്ടാണ് ജീവിക്കേണ്ടത്. അതിന് വിരുദ്ധമായതൊന്നും നമ്മിൽ നിന്നും ഉണ്ടാകാനേ പാടില്ല. ആ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും. ആ നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത് അവിടെ നിന്ന് ഈമാൻ സമ്പാദിച്ചു കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ മരണം വരെയും ആ ഈമാനിലായി ജീവിച്ചു മരിക്കാനാണ്. വെറുതെ അവിടെ പോയി സന്ദർശിച്ച് ഇങ്ങോട്ട് വരാനല്ല. പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമ്മുടെ ലക്ഷ്യം ഈ വിശുദ്ധ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ജീവിക്കുന്നതിനുള്ള നെയ്യത്തിലായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അങ്ങനെയാണ് അവർ പുണ്യാത്മാക്കളായത്. വളരെ മോശമായ അവസ്ഥയിൽ ജീവിച്ചിരുന്നവരെ ഈ ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുത്തത് ഈ വിശുദ്ധമായ കലിമത്തു തൗഹീദ് കൊണ്ടാണ്. ഇതിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് ആ വീട് അവിടെ നിർമ്മിച്ചത്. അതിനു വേണ്ടിയാണ് നമ്മോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതും. തുടർന്ന് നബി പറഞ്ഞു, ഏതെങ്കിലും ഒരാൾ ഹജ്ജ് നിർവഹിക്കാൻ മനസ്സിൽ പ്ലാൻ ഉണ്ടെങ്കിൽ ഫല്യതഅജ്ജൽ, അത് വേഗത്തിലാകട്ടെ, വൈകിപ്പിക്കണ്ട. ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും അവസരമുണ്ടല്ലോ എന്നാരും ഓർക്കേണ്ടതില്ല.
കാരണം ഫഇന്നഹു ഖദ് യംറദുൽ മരീദ്, ചിലപ്പോൾ എന്തെങ്കിലും രോഗം വന്ന് പിടിപെട്ട് എണീക്കാൻ വയ്യാതായേക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യം അവന് വന്നേക്കാം, ചിലപ്പോൾ കഴിയാതായേക്കാം. എപ്പോഴാണോ അവസരം ലഭിക്കുക ആ അവസരത്തിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ, ഈ ഉപയോഗപ്പെടുത്തുമ്പോഴുമെല്ലാം നമുക്കെല്ലാം ഉണ്ടായിരിക്കേണ്ട ഒരേ ഒരു ലക്ഷ്യം ഈ വിശുദ്ധ കലിമത്തു തൗഹീദായിരിക്കണം. അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയും അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുമാണ് ആ സ്ഥാപനം അവിടെ പണിതതും പിന്നീട് പണിയുന്നതെല്ലാം അങ്ങോട്ട് തിരിഞ്ഞ് തന്നെ ആയിരിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. വിശുദ്ധ ഹജ്ജ് കർമ്മം ഇനിയും നിർവഹിക്കാൻ പോകുന്നവർക്കുള്ള തൗഫീക്കുകൾ എല്ലാം അള്ളാഹു വാരിക്കോരി അവർക്കും നമുക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യം നിറഞ്ഞ ഹജ്ജിന് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ വേറെ ഒരു കൂലിയും അള്ളാഹു അതിന് നൽകുന്നില്ല. പുണ്യം നിറഞ്ഞ ഹജ്ജ് എന്ന് പറഞ്ഞതുകൊണ്ട് നബി അതിനെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലയിലെല്ലാം അത് പുണ്യകരമായിരിക്കണം. പ്രശ്നങ്ങളില്ലാത്ത, ബഹളങ്ങളില്ലാത്ത, തർക്കങ്ങളില്ലാത്ത, വഴക്കില്ലാത്ത, ശിർക്കിൻ്റെ ലാഞ്ചന പോലുമില്ലാത്ത പുണ്യകരമായ തവാഫും മറ്റു മശാഇറുകളിലുള്ള കർമ്മങ്ങളും ഇത് നിർവഹിച്ചൊരാൾ വന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അതിന് സ്വർഗമല്ലാതെ വേറെ കൂലിയില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നാം ഇവിടെ ജീവിക്കുമ്പോഴും ഏത് നാട്ടിലായിരിക്കുമ്പോഴും നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം ആ വീട് എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടോ അതായിരിക്കണം. അതായത് ശിർക്കിൽ നിന്നും മുക്തമായതായിരിക്കണം. അല്ലാ തുശ്രിക് ബി ശൈഅ വതഹിർ ബൈതി ലിത്വായിഫീന വൽ ഖായിമീന വറുക്കഇസ് സുജൂദ്. ഇവർക്കൊക്കെ വേണ്ടി ശുദ്ധമാക്കി വയ്ക്കണം. ആ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വേറെ ഒരു ലക്ഷ്യവും ഉണ്ടാകരുത്. വിശുദ്ധ ആ ഭവനത്തെ സന്ദർശിക്കുമ്പോഴും സന്ദർശിക്കാൻ നമുക്ക് കഴിയാത്ത അവസരത്തിലും എല്ലാം വിശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ വചനത്തിൻ്റെ ഒരു നിലയിലും അതിനൊരു കപടതയും ഒരു വിധത്തിലുള്ള കേടുകളും ഇല്ലാത്ത നിലയിൽ നാം അതിനെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളണം. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഏത് നാട്ടിൽ എങ്ങനെയാവട്ടെ മരിക്കുന്നു നമുക്കത് പറയാൻ പറ്റും. അത് പറഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ പറ്റും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ഹാജിമാരെയും ഹജ്ജുമ്മമാരെയും കബൂലാക്കട്ടെ. നമുക്ക് സൽക്കർമ്മങ്ങൾ കൂടുതൽ ഇബാദത്തുകൾ നിർവഹിക്കാനും പ്രത്യേകിച്ച് ഈ കലിമയുടെ അടിസ്ഥാനത്തിൽ നന്ദിയുള്ളവരായി കഴിയാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ആ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സകല ലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ വളരെ സുവിക്തമായ നിലയിൽ അള്ളാഹു അവതരിപ്പിച്ച മറ്റൊരു പുണ്യകർമ്മമാണ്, അതായത് ഹജ്ജിൻ്റെ സമയങ്ങളിൽ നാം എല്ലാവരും ബന്ധപ്പെടേണ്ട ഒരു കർമ്മമാണ് ഉളുഹിയ എന്നത്. ഇപ്പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാണ് അതിൻ്റെ തുടക്കം.
അതൊരു കഠിന പരീക്ഷണത്തിലൂടെയായിരുന്നു. നമുക്കും അത് പരീക്ഷണമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തെപ്പറ്റി അള്ളാഹു പറഞ്ഞത് ബലാഉൻ മുബീൻ എന്ന കഠിനമായ ഗൗരവമുള്ള പരീക്ഷണമായിരുന്നു. കാരണം വർഷങ്ങളോളം മക്കളില്ലാതെ പ്രയാസത്തിലായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിരുന്ന ആ പുണ്യാത്മാവിന് അള്ളാഹു അവസാന സമയങ്ങളിൽ കൊടുത്ത ഒരു മകനെ റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലി നൽകണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന, അത് ഒരിക്കലും ഒരു സാധാ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു അങ്ങനെ തന്നെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ അദ്ദേഹം സമ്പൂർണ്ണമായി വിജയിച്ചു എന്നും അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആ സുന്നത്ത് തുടർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളോടും ആ പരീക്ഷണത്തിൽ നാമും പങ്കെടുക്കണം. അതൊരു വലിയ പുണ്യകർമ്മവും കൂടിയാണ്. അദ്ദേഹം സ്വന്തം മകനെ അതിന് തയ്യാറാക്കിയെങ്കിൽ നാം നമ്മുടെ സമ്പത്തിൽ നിന്നും ചെറിയ ഓഹരി, നാം ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമുക്ക് സൗകര്യപ്പെടുമെങ്കിൽ എല്ലാ വർഷവും ഉളുഹിയയുടെ സമയത്ത്, അതായത് ബലിപെരുന്നാൾ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മൃഗത്തെ ബലി നൽകുക എന്നത് ഇസ്ലാം വളരെ മർമ്മപ്രധാനമായ സൽക്കർമ്മമായി, ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മമായി നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഹജ്ജ് നിർവഹിക്കാൻ പോകാത്തവർക്ക് ഹാജിമാരുമായി പല ഇബാദത്തുകളിലും ബന്ധപ്പെടുന്നത് പോലെ, അറഫയുടെ നോമ്പ് പോലെ, ശേഷമുള്ള നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്ബീറാത്തുകൾ പോലെ വലിയൊരു പുണ്യകർമ്മമാണ് ഉളുഹിയ എന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് വഫദൈനാഹു ബിദിബ്ഹിൻ അലീം എന്ന വലിയ ഒരു മൃഗത്തെ കൊടുത്ത്, ഒരു മുട്ടനാടിനെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ അറുക്കുന്നതിൽ നിന്നും നാം അദ്ദേഹത്തെ മോചിപ്പിച്ചു. സ്വന്തം മകനെ അറുക്കുന്നതിന് തയ്യാറായി, മകനും റെഡിയായി, വാപ്പയും റെഡിയായി. ഫലമ്മ ബലഗ മഅഹു സഇയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു. തുടർന്ന് സ്വാഫാത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു, മോനെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ്, എന്താ നിൻ്റെ അഭിപ്രായം? മകൻ അതിന് മറുപടി കൊടുത്തത് ഒരു സംശയവും ഇല്ലാത്ത മറുപടിയാണ്. യാ അബതി ഫഅൽ, പിതാവെ ചെയ്തോ, മാതു ഉമർ, എന്താണോ നിങ്ങളോടുള്ള ഓർഡർ അത്. ഇൻഷാ അല്ലാഹു മിന സ്വാബിരീൻ, പടച്ചോൻ തീരുമാനിച്ചാൽ ഞാൻ അതിന് ക്ഷമയുള്ളവനായി, അതിന് സന്നദ്ധനായി നിങ്ങൾക്കെന്നെ കാണാൻ കഴിയുമെന്ന അദ്ദേഹത്തിൻ്റെ മറുപടി പിതാവിനോട്. തുടർന്ന് അള്ളാഹു പറയുന്നു, അദ്ദേഹത്തിനെ നാം വിളിച്ചു, ഇബ്രാഹിം മതി, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അറുക്കേണ്ടതില്ല. കത് സദ്ദഖ്ത റുഇയ, നീ കണ്ട സ്വപ്നത്തെ നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് നന്മ പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ കൂലി കൊടുക്കുന്നത്. വലിയ പരീക്ഷണം കൊടുത്ത് അതിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഉന്നതമായ പ്രതിഫലം അവർക്ക് നാം നൽകുന്നു. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് എന്നോടും നിങ്ങളോടും നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ സമ്പത്തിൻ്റെ ചെറിയ ഒരു ഓഹരി എടുത്തു മാറ്റിക്കൊണ്ട് മൻകാന ലഹു സഅതുൻ, നബി പറയുന്നു, ഒരാൾക്ക് സൗകര്യമുണ്ട്, ഏതുപോലെ ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇസ്തിതാഅത്തുണ്ട്, അതുപോലെ ഒരാൾക്ക് സൗകര്യമുണ്ട്, വലം യുളഹി, എന്നിട്ടും അവൻ ഉളുഹിയുമായി സഹകരിക്കുന്നില്ലെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാന, ബലിപെരുന്നാൾ നിസ്കരിക്കാൻ ഞങ്ങളുടെ അടുക്കലേക്ക് അവൻ വരേണ്ടതില്ല, ഈദ്ഗാഹിലേക്കും വരേണ്ടതില്ല, അവൻ പള്ളിയിലേക്കും പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വരണ്ട എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വാക്കാണത്. അതുകൊണ്ട് നമുക്ക് ആർക്കൊക്കെ കഴിയുന്നവരുണ്ട് എന്ന് ഓരോരുത്തരും ആലോചിച്ച് തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഓഹരി അതിനു വേണ്ടി റെഡിയാക്കണം. അതിനുള്ള സമയമായി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, പുണ്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. കഠോരമായ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും എല്ലാ മുസ്ലിങ്ങളെയും